പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. മഹാപത്മാടവീ സംസ്ഥ കദംബ വനവാസിനി. മഹാപത്മ, മഹാന്നാൽ മഹത്വമുള്ളത്, അതായത് മഹത്വങ്ങൾ ഉൾക്കൊണ്ടത്. ബിഗ് വിത്തൗട്ട് എനി കമ്പാരിസൺ, അതാണ് മഹത്വം. വലുതാണ്, ഒരു കമ്പാരിസണും ഉപമകളും ഇല്ല. അങ്ങനെയുള്ള പത്മാ അടവി. പത്മ എന്നാൽ പത്മം. എവിടെയാണത്? സഹസ്രാര പത്മം, നമ്മളുടെ ഉള്ളിലെ പത്മ. അടവി സംസ്ഥ. അടവി ഏതാണ്? ബ്രെയിൻ. കാട് പിടിച്ച് പൂത്ത് ഉലയുന്ന നമ്മളുടെ ചിന്തകളുള്ള ഈ ബ്രെയിനെയാണ് അടവി. എന്നാൽ അവിടെ തന്നെയാണ് സഹസ്രാര പത്മവും വിടരുന്നത്. പത്മ അടവി സംസ്ഥ. സംസ്ഥ എന്നാൽ ഏതൊന്നാണോ ആ പത്മത്തിൻ്റെ ഡ്വെല്ലിംഗ് ആയിട്ടുള്ളത്, അതായത് എവിടെയാണ് ഈ സിസ്റ്റത്തിൽ പത്മ വിടരുന്നത് അതിനെയാണ് അബോർഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ തലച്ചോറിന് സംസ്ഥാനം എന്ന് പറയുന്ന ഈ അർത്ഥം. അപ്പോൾ മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. കദംബ വളരെ വളരെ പ്രത്യേകതകളുള്ള മരമാണ് കദംബം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളിൽ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒന്നാണ് കദംബവനം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന തിരുപ്പറംകുൻട്രം, ആ തിരുപ്പറംകുൻട്രം മലയിലുള്ളത് വേലവന്റെ വേലും മുരുകന്റെ വേലും തിരുപ്പറംകുன்றത്ത് പ്രധാനമായിരിക്കുന്നത് ഈ കദംബ മരച്ചുവട്ടിലാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയേറെ ശക്തി. അപ്പോൾ അങ്ങനെയുള്ള കദംബ മരത്തിൻ്റെ വനവാസിനി. കദംബമരം ഒരു ബോൾ രൂപത്തിൽ, ഒരു ഗോള രൂപത്തിലുള്ളൊരു പൂക്കളുണ്ട്. വളരെ തുന്നി മിന്നി എടുത്തിരിക്കുന്ന ഒരു ഗോളമാണത്. കാണാൻ തന്നെ ചേലാണ്, അത്ര മണമാണ്. അപ്പൊ അങ്ങനെയുള്ള വനത്തിൽ വസിക്കുന്ന, അപ്പോൾ ഇവിടെ വനത്തിൽ വസിക്കുക എന്നാൽ ഗന്ധം, ശ്വാസത്തെയും കൂടെ പ്രത്യേകമായിട്ട് പറയുന്നു. അതായത് വാസനകളെ, നമ്മളുടെ എല്ലാ വാസനകളെയും അമ്മ അറിയുന്നു. അങ്ങനെയുള്ള ഈ വനത്തിൽ വസിക്കുന്ന അമ്മ വാസനകളുടെയെല്ലാം, സകല വാസനകളുടെയും രാജ്ഞിയായി, റാണിയായി വസിക്കുന്നവൾ. അതാണ് ലീല, ലളിത. സുധാസാഗര മധ്യസ്ഥ. സുധാസാഗരം അതായത് ദ ഡിവൈൻ ഓഷ്യൻ ഓഫ് നെക്ടാർ, ദിവ്യാമൃതത്തിൻ്റെ കടൽ. അതായത് എവിടെയാണോ സുധാസാഗരം, സുധാസാഗരം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഖേജരി മുദ്ര എന്ന് പറയുന്ന ആ മുദ്ര, അതായത് കാളി രൂപത്തിൽ നാക്ക് പുറത്തേക്ക് തള്ളുന്നു എന്നുള്ളത് ഖേജരി മുദ്രയുടെ പ്രകടമായ രൂപമാണ്. ശരിക്കും ഉള്ളിലാണത്. നമുക്ക് മനസ്സിലാവാനാണ് അമ്മ നാക്ക് പുറത്തേക്കിട്ടിരിക്കുന്നത്. അത് ഖേജരി മുദ്ര തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ സുധാസാഗര മധ്യസ്ഥ, അങ്ങനെയുള്ള സുധാസാഗരത്തിൻ്റെ മധ്യത്തിൽ കാടും വാസനകളും എല്ലാം അലയടിക്കുന്ന നമ്മളുടെ ഉള്ളിൽ സാധനകളും ഉപാസനകളും അലയടിച്ച് സഹസ്രാര പത്മത്തിൽ എപ്രകാരമാണോ ദിവ്യാമൃതം ചുരത്തുന്നത്, ആ നിമിഷത്തെയാണ് ഇവിടെ സത്യബോധം അല്ലെങ്കിൽ ആത്മബോധം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഗരത്തിൻ്റെ മധ്യത്തിൽ, മധ്യമെന്നാൽ വളരെ പ്രത്യേകമുള്ളൊരർത്ഥമുണ്ട്. അതായത് ഡ്വെല്ലിംഗ് ഇൻ ദ സെൻറ്റർ, കൃത്യം നടുക്കാണ്, ഒത്ത നടുക്കാണ്. നമ്മൾ ശ്രീചക്രം, ശ്രീയന്ത്രം നോക്കിയാൽ നടുക്കൊരു ബിന്ദു ഉണ്ടാവും. എല്ലാത്തിനും ഒത്ത നടുക്കായിട്ടൊരു ബിന്ദു, അമ്മയുടെ സിന്ദൂരം പോലെ. അതായത് ബ്ലിസ്ഫുൾ സെന്റർ എന്നാണ് പറയുന്നത്. അത്ര കൃത്യമായൊരു ബിന്ദുവാണ്. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നതും എല്ലാം ഒടുങ്ങുന്നതും. അതായത് ശക്തി എന്ന ചൈതന്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നതും എല്ലാം ഒടുങ്ങുന്നതും. അപ്പോൾ ഇവിടെ ഈ ബോധപൂർവമുള്ള ഈ ഉപാസനകളുടെ, സാധനങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ബിന്ദു, ആ ബ്ലിസ്ഫുൾ സെന്റർ അമ്മയാണ്. ആ അമ്മയിലാണ് തുടങ്ങുന്നതും ആ അമ്മയിലാണ് നമ്മൾ ഒടുങ്ങുന്നതും, അതായത് എത്തിച്ചേരുന്നതും.
അതാണ് ഈ വരികൾ. മഹാപത്മാടവീ സംസ്ഥ കദംബ വനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. കാമാക്ഷിയാണ്, കാമദായിനിയാണ്. സകല കാമങ്ങളെയും നമ്മളിലേക്ക് എത്തിക്കുന്ന അമ്മയാണ്. കാമദായിനിയുമാണ്. എങ്ങനെയാണ് കാമാക്ഷി ആയത്? അക്ഷി എന്നാൽ കണ്ണുകളാണ്. ആ കണ്ണുകൾ എവിടെയാണുള്ളത്? ഇവിടെ, അതായത് ഈ തലച്ചോറിൽ തന്നെയാണ്. അങ്ങനെയുള്ള കാമാക്ഷിയായ അമ്മ സർവകാമങ്ങളും നമുക്ക് ദാനം ചെയ്യുകയാണ്. കൊണ്ടുപോ, വെറുതെ വരുന്നില്ല, ദാനമാണ്. അമ്മയുടെ ദാനമാണ് നമുക്ക് കിട്ടിയ കാമങ്ങൾ. അതിനെ അത്രയേറെ മഹത്വത്തോടുകൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ ശാന്തി ശാന്തി ശാന്തി. അമ്മയെ ശരണം. പത്മം.